ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ചുമ്മാ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. തമ്മിൽ കണ്ടതുപോലെ ഒരു പുതിയ മെഷീൻ മേടിച്ചു. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതായത് ഞാൻ പഴയത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീൻ. അപ്പോൾ രാവിലത്തെ കുറച്ച് സ്പെഷ്യൽ അച്ഛയും അമ്മയും അനിയനും വരുന്നുണ്ട്. വീട്ടിൽ നിന്നാണ് മെഷീൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അതൊന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് അനിയനാണ് കൂടെയുള്ളത്. പിന്നെ നമ്മുടെ സ്ഥിരം വണ്ടി വിളിക്കുന്ന ചേട്ടനും ആണ് സാധനം നമുക്ക് ഇറക്കി തന്നെ കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു, സെറ്റൊക്കെ ചെയ്തു. അതെടുത്ത് വെക്കണമെങ്കിൽ തന്നെ ഒരു 2-3 പേരുടെ സഹായം വേണം. ഞാൻ തന്നെ എന്തായാലും വെക്കില്ല. പിന്നെ അച്ഛയും അമ്മയും അനിയനും ഏട്ടയൊക്കെ കൂടി അതെടുത്ത് വെച്ച് സെറ്റൊക്കെ ചെയ്തു. പിന്നെ അനിയനറിയാം അതിൻ്റെ പണിയൊക്കെ, അവൻ തന്നെ സെറ്റ് ചെയ്തോളും. പിന്നെ കുതിരയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട് കുതിരയ്ക്ക്. അങ്ങനെ എണ്ണ ഒഴിച്ചു കേട്ടോ. അച്ഛയായിട്ട് എണ്ണ ഒഴിക്കണേ. എണ്ണ ഒഴിച്ചതിപ്പം നിലവിൽ ലോയിലാണ് കിടക്കുന്നത്. അപ്പം ഇനി പുതിയൊരു ബോട്ടിൽ മേടിച്ച് എണ്ണ ഒഴിക്കണം. ഒരു ബോട്ടിൽ നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും, 100-ൻ്റെ ലിറ്ററിനനുസരിച്ചാണ്. അപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ മേടിച്ചാൽ മതി. അത് മേടിച്ച് അതിനകത്ത് ഹൈയിലേക്ക് ഒഴിക്കണം. ഇപ്പം നിലവിൽ ലോയിലാണ് കിടക്കുന്നത്. അത് നേരെ ഹൈയിലേക്ക് ഒഴിക്കണം. പിന്നെ 1-2 മാസമൊക്കെ കൂടുന്നതനുസരിച്ച് ഇപ്പോൾ കിടക്കുന്ന എണ്ണയുടെ കളറ് മാറി പച്ച കളർ വരും. അതനുസരിച്ച് നമ്മൾ എണ്ണ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അടിയിൽ ആ വട്ടത്തിൻ്റെ അടിയിൽ ആ സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ എണ്ണ നേരെ ഡയറക്റ്റ് താഴേക്ക് വരും. പിന്നെ ഇവിടെ ഉള്ളിൽ ക്ലീൻ ചെയ്യണം. അങ്ങനെ കുറച്ച് അൽപ്പലത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇതിന്. മറ്റേ സെയിം മെഷീൻ്റെ പാറ്റേൺ തന്നെ, നമ്മുടെ ജാക്കിൻ്റെ സെയിം. ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സിംഗിൾ മെഷീനായിരുന്നു. സിംഗിളിൽ നിന്ന് മോട്ടർ വെച്ച് ഉപയോഗിച്ചു. പിന്നെ ജാക്കിൻ്റെ മെഷീനായി. അത് കഴിഞ്ഞ് ഇപ്പോൾ പുതിയൊരു മെമ്പറാണ്. ഇപ്പോൾ ഇത് ഉഷയുടെ കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് ഫങ്ഷൻ സ്റ്റിച്ചൊക്കെ ബാക്കിയെല്ലാം സെയിം. കുറച്ച് എന്തൊക്കെയോ ഒരു വ്യത്യാസങ്ങൾ, വേറെ വ്യത്യാസമേ ഒന്നുമില്ല. മറ്റേത് ബ്ലൂ, ഇത് റെഡ്, ആ ഒരു കളർ ചേഞ്ച്. പിന്നെ അതിൻ്റെ മുഖത്തിന് ഷേപ്പിൽ ആ കുതിരയ്ക്കൊരു ഷേപ്പ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കുതിരയ്ക്കൊരു ഷേപ്പ് വ്യത്യാസം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. സ്റ്റിച്ചെല്ലാം സെയിം. പിന്നെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് എന്തൊക്കെയോ ഫങ്ഷൻ വ്യത്യാസങ്ങളുണ്ട്. അപ്പം അങ്ങനെ പുതിയൊരു മെമ്പറും കൂടിയായി. ഇതിപ്പോൾ അവിടെ എന്താ മെനവണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മറ്റേ ജാക്കിൻ്റെ മെഷീൻ്റെ പ്ലഗ് കുത്തുന്ന പുറത്താണ്. ഇതിൻ്റെ പ്ലഗ് കുത്തേണ്ട ഉള്ളിൽ നിന്ന് കുത്തിയിട്ട് അടയ്ക്കുകയോ ചെയ്യാം. നമുക്ക് മറ്റേതിനകത്ത് അത് ഉപയോഗിക്കുന്നവരൊന്ന് നോക്കി അറിയാൻ പറ്റും. അതിനകത്ത് ഇതിനകത്ത് ചെറിയ എന്തൊക്കെ വ്യത്യാസമുണ്ട്. കുത്തലും പരിപാടികളും അതൊക്കെ അവൻ കണ്ടുപിടിച്ചിട്ടോ. ഞാൻ പറഞ്ഞ അനിയനറിയാം കുത്താനൊക്കെ. പക്ഷേ മറ്റേ മെഷീൻ ഈ മെഷീൻ തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട് എല്ലാം കൊണ്ടും. പിന്നെ പവർ ഫുള്ളായിരുന്നു. നല്ല ഫുള്ളിലാണ് കിടന്നത്. സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ തന്നെ ഹൈ സ്പീഡായിരുന്നു. പിന്നെ അമ്മേനെ കൊണ്ട് ഉദ്ഘാടിച്ചു. അമ്മയാണ് അമ്മ തയ്ക്കും, ആ ഒരു ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അങ്ങനെ എന്നെ തയ്യൽ പഠിക്കാനൊക്കെ വിട്ടത്. അപ്പം ഞാൻ തയ്ക്കുന്നേക്കാളും അമ്മ തയ്ക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മേനെ പിടിച്ചിരുത്തി. അമ്മ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞ് അമ്മയ്ക്ക് ഒരു ടോപ്പിൻ്റെ തുണിയൊക്കെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് അമ്മ അതെല്ലാം ഓൾറെഡി വെച്ചാലും തുണിയിട്ട് അമ്മ അടിച്ചു വിട്ടത്. അത് കഴിഞ്ഞതേ അമ്മ അങ്ങനെ ഉദ്ഘാടിച്ചു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുന്നത് അന്ന് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയൊരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം
അമ്മേനെ കൊണ്ട് ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഇനി ഇതിൽ സ്റ്റിച്ച് ചെയ്തില്ല കേട്ടോ, പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ അമ്മേനെ കൊണ്ട് ഉദ്ഘാടനമൊക്കെ ചെയ്യിച്ചു. അത് കഴിഞ്ഞ് തുണിയൊക്കെ തയ്ച്ചൊക്കെ നോക്കിട്ടോ. ഇതാണ് അമ്മ. പിന്നെ ആ സൈഡിൽ നിൽക്കണ അച്ഛ. ഞാനും കൊച്ചോടെ നിൽപ്പുണ്ട്. ഞാൻ ദേ നൂല്, അമ്മ കണ്ണാടി വെക്കണം നൂല് ഇറങ്ങി, അതുകൊണ്ട് ഞാൻ നൂലിടും കേട്ടോ. ഞാനും ഇടയ്ക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഞാൻ എന്നിട്ട് കയറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാനിട്ടിരുന്നത്. അപ്പോൾ പുതിയൊരു മെമ്പറും കൂടി വന്നു. അപ്പോൾ അതൊന്ന് നിങ്ങളെയും കൂടി അറിയിക്കാം, നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ള പുതിയ അപ്ഡേഷൻസ് ഇടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ. റേഞ്ചിൻ്റെ ഇഷ്യൂ കാരണം എനിക്ക് അന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേന്നാണ് എഡിറ്റൊക്കെ ചെയ്ത് പോസ്റ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.